ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മീൻകറിയാണ് മുളകിട്ട മീൻകറി. നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി മീൻകറിയാണ്. അതിന് കടുക് ഇട്ടു, ഉലുവ ഇട്ടു, പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇട്ടു. പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, സവോള, ഇഞ്ചി, ഇത്രയാണ്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ആ മുളക് ഒത്തിരി കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. കാശ്മീരി റെഡ് ചില്ലിയും പിന്നെ ആ നീട്ടത്തിൽ കിടക്കുന്ന പച്ചമുളകിന് ഒരുപാട് എരിവില്ലാത്തതാണ് കേട്ടോ. അത് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ്. ഈ പുളിവെള്ളം എടുത്തു ഇങ്ങനെ പിടിച്ചു. പക്ഷേ ഒഴിക്കുന്നത് കാണിക്കാൻ നേരത്തെ ക്യാമറ ഓണായില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പുളിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിങ്ങനെ എടുത്ത് കാണിച്ചാണ്. ചിലർ വാളംപുളിയൊക്കെ ഇട്ട് കറി വെക്കുന്നതല്ലേ, വേറെ നമ്മുടെ ഹൈ റേഞ്ചുകാർ കുടംപുളി തന്നെ ഇട്ടാണ് വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും അത് ഞാനൊന്ന് എടുത്ത് കാണിച്ചാണ് കേട്ടോ കുടംപുളിയാണെന്ന്. അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചാറിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഈ അലുവ കഷ്ണം പോലെ കിടക്കുന്ന മീനാണ്. ഇതെന്ത് മീനാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. നല്ല അലുവ കഷ്ണം പോലെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി മീനായിരുന്നേ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ചട്ടിയിൽ ഒരു ഇച്ചിരി കൂടിപ്പോയി. അത് ഒരു ഉരുളിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇച്ചിരി തിങ്ങി നിൽക്കുന്ന പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല, നമ്മളത് താത്തിയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഇതെല്ലാം ഒന്ന് ഞാനൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഇത് വേഗം വെക്കുന്നത്. അപ്പോഴേക്കും അടുത്ത വെല്ലോടുകൂടി നാടകം അവസാനിച്ചോ എന്നാരും ചിന്തിക്കരുത്. കാരണം ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം അത് തുറന്നു നോക്കുകയും എന്നിട്ടൊന്ന് ചിറ്റിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. നമ്മൾ തവിയിട്ടൊന്ന് ഇളക്കി നോക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മീനങ്ങ് ഉടഞ്ഞു പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു തരണ്ട, ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്ന് പറയും. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളേ. അപ്പോൾ അതേ നമ്മുടെ മീൻ കഷ്ണമെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടാറ് ടേസ്റ്റുള്ള നല്ല ഒന്നാന്തര മീൻകറിയായിരുന്നു. നമ്മൾ ഈ മീൻകറി വെക്കുമ്പോഴേ തലേദിവസം അങ്ങ് വെച്ച് വെച്ചേക്കണേ. പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.